നടക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ദി ഖൽബി ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. صدق الله العلي العظيم. وقال سيدنا محمد صلى الله عليه وسلم إن الناس لكم تبع وإن رجالا يأتونكم من أقطار الأرض يتفقهون في الدين وإذا أتوكم فاستوصوا بهم خيرا. صدق رسول الله صلى الله عليه وسلم. ബഹുമാനരായ ഉലമാ ശിരോമണികളെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ മൗലാന സലീം സിറാജി അവറുകളെ, ബഹുമാനപ്പെട്ട മൻസൂർ ഹാജി, ഉലമാക്കളെ, ഉമറാക്കളെ, തലവറുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ചെന്നൈ എടപ്പാളയത്തെ പ്രകാശിപ്പിക്കുന്ന നാസിറുസ് സുന്ന അറബിക് കോളേജിൻ്റെ രണ്ടാമത് സനദ് ദാന സമ്മേളനത്തിലാണ് നമ്മൾ. ഈ മഹത്തായ സൽക്കർമ്മം അതിൽ സാക്ഷികളാകാൻ നമുക്ക് കഴിയുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹ്ദാനിയത്തും അവൻ്റെ വുജൂദും ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അവൻ വാജിബുൽ വുജൂദാണ്, അവനൊഴികെ ഒരു ഇലാഹ് ഇല്ല എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാക്കിയത് ഒന്ന് അല്ലാഹു തന്നെ, രണ്ട് അല്ലാഹുവിൻ്റെ കോടാനകോടി മലക്കുകൾ, ഉലുൽ ഇൽമി അറിവുള്ളവർ, ആലിമുകൾ, ഉസ്താദുമാർ. അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ പഠിപ്പിക്കാൻ അല്ലാഹു സാക്ഷിയാക്കിയത് വിവരമുള്ള ആളുകളെ ആണ്, ഇൽമുള്ള ആളുകളെയാണ്, ഹസ്രത്തുമാരെ ആണ്, ആലിംകളെ ആണ്. ആ ആലിംകളെ ലോകത്ത് നിലനിർത്താൻ, വളർത്തിക്കൊണ്ടുവരാൻ ഒരു കാലവും ഉലമാ ലോകത്ത് ഇല്ലാതിരിക്കാൻ പാടില്ല. ഉലമാവും സൂഫികളും എന്നും ലോകത്ത് ഉണ്ടാകണം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൻ തഖ്ലുവൽ അർളു മിൻ 40 റജുലൻ മിസ്ല ഖലീലിർ റഹ്മാൻ ബിഹിം തുസ്ഖൗന വബിഹിം തുൻസറൂൻ മാ മാത മിൻഹും അഹദുൻ ഇല്ലാ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ ഔ കമാ ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കൊരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവർക്കും തമിഴ് മനസ്സിലായില്ലേ? ഉറക്കെന്ന് ഉറച്ചില്ലല്ലോ. ഉറക്കൊരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി.
ലൻ തഖ്ലുവൽ അർദ്, ഭൂമി ഒരിക്കലും ഒഴിവാവുകയില്ല. മിൻ 40 റജുലൻ, 40 വലിപട്ടമുള്ള ഉലമാപട്ടമുള്ള വലിയ വലിയ ഉലമാക്കളിൽ നിന്ന് ഒരിക്കലും ലോകം ഒഴിവായി നിൽക്കുകയില്ല. മിസ്ല ഖലീലിർ റഹ്മാൻ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ 40 അറിവാളികൾ എപ്പോഴും ലോകത്തുണ്ടാകും, ഭൂമിയിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇറക്കിയ ഈ ഔലിയാക്കളെ കൊണ്ട്, ഉലമാക്കളെ കൊണ്ടാണ് നബിദായകം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിഹിം തുസ്ഖൗന, അവർ കാരണമാണ് നിങ്ങൾക്ക് മഴ കിട്ടുന്നത്, അവർ കാരണമാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത്. വബിഹിം തുൻസറൂൻ, അവർ കാരണമാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത്. മാ മാത മിൻഹും അഹദുൻ, അതിൽ ഒരാൾ മരിച്ചുപോയാൽ ഇല്ലാ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ, ആ സ്ഥാനത്ത് മറ്റൊരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഇവിടെ പഞ്ചായത്ത് ഉള്ളതുപോലെ, മുനിസിപ്പാലിറ്റി ഉള്ളതുപോലെ, ടൗൺഷിപ്പ് കോർപ്പറേഷൻ ഉള്ളതുപോലെ ജനങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നോക്കാനും അത് നടത്താനും നാം തിരഞ്ഞെടുക്കുന്ന ബോഡികൾ ഉള്ളതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധാത്മാക്കളായ ഔലിയാക്കളിൽ നിന്ന്, ആലിമുകളിൽ നിന്ന്, ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് തന്നെ എപ്പോഴും ഒരു വലിയ ബോഡി, എപ്പോഴും ഒരു എക്സലൻസി കൗൺസിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടാകും, ദീനി കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടാകും. ബിഹിം തുസ്ഖൗന വബിഹിം തുൻസറൂൻ, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് മഴ വർഷിക്കുന്നത്, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്. മാ മാത മിൻഹും അഹദുൻ ഇല്ലാ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ, അതിൽ ഒരാളെങ്ങാനും മരണപ്പെട്ടു പോയാൽ അവർക്ക് പകരമായി അല്ലാഹു മറ്റൊരാളെ സെലക്ട് ചെയ്ത് ആ ബോഡി പൂർത്തിയാക്കും എന്ന് ഉറക്കെ ഒരു സലാത്ത് പറയൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഉലമ ആണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത്, ഉലമ ആണ് ദീനിന് നേതൃത്വം കൊടുക്കുന്നത്. ഉലമാഇനെ കൊണ്ടാണ് നാം വെള്ളം കുടിക്കുന്നത്, അവരെ കൊണ്ടാണ് നമുക്ക് സഹായം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കളായ ഉലമാക്കൾ, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ബോഡിയുണ്ട്, മരണപ്പെട്ടു പോയ ആളുകൾക്ക് അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ, ആത്മാവുകൾ സമ്മേളനം നടത്തും. അതിൽ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. പരിചയമുള്ള ആളുകൾ പരസ്പരം വിശേഷങ്ങൾ പറയും, പരിചയമുള്ള ആളുകൾ പരസ്പരം വിശേഷങ്ങൾ പറയും, അവർ സ്നേഹങ്ങൾ പങ്കിടും. ആ മരണപ്പെട്ടു പോയ മഹത്തുക്കളെയാണ് നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ട് സഹായം തേടുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഖുതുബിയ്യത്ത് ഇൻ അബ്തഅത് വാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അർവാഹുകളെ, ആത്മാവുകളെ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബ ബന്ധം, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളെ സഹായിക്കാനില്ല. കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ ഞങ്ങളെ സഹായിക്കാനില്ല. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. യാ ഗാറത്തുല്ലാഹി ഹുസ്സിസ് സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഗാറത്തുല്ലാഹി. ഈ പരിശുദ്ധാത്മാക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കളോട്
നമ്മൾ സഹായം തേടുന്നു, ഖുതുബിയത്ത് നടത്തുന്നു, ജലാലിയത്ത് നടത്തുന്നു, ഖാദിരിയത്ത് നടത്തുന്നു. ആ മരണപ്പെട്ടു പോയ മഹത്തുക്കളാണ് നമ്മെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നത്. ഫഖുൽ ഇദാ ളാഖത്തിൽ അഹ്വാലു മുബ്തഹിലൻ ബിറഫ്ഇ സൗത്തിൻ അലാ യാ ഗാറത്തല്ലാഹി. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ, ടെൻഷനുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയണമെന്ന് സയ്യിദുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. കീഴക്കരയിലെ കായൽപട്ടണത്തെ മഹത്തുക്കളായ ആലിമുകൾ രചിച്ചിട്ടുള്ള കുതുബിയത്തിന്റെ ഖസീദ, അല്ലാഹുവിന്റെ വഫാത്തായി പോയ ഔലിയാക്കളെ കൊണ്ട് സഹായം തേടുന്ന, അവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടി കാത്തിരിക്കുന്ന, അവർക്ക് ഫാത്തിഹ യാസീൻ ഓതുന്ന പരിശുദ്ധ ആശയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. എല്ലാ അഹ്ലു ഹദീസും എല്ലാ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങളും അതിനെതിരാ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളായ ഉലമാക്കളും വഫാത്തായി പോയ മഹത്തുക്കളായ ഉലമാക്കളും ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ്സകാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവിന് വേണ്ടി നിരന്തരം നിസ്കരിച്ച് റുക്കൂ ചെയ്ത് ഇബാദത്ത് ചെയ്യുന്ന നല്ലവരായ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ തിരുദൂതരും അല്ലാഹുവുമാണ് നിങ്ങളുടെ സഹായികൾ. അങ്ങനെ വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ, അല്ലാഹുവിനെയും റസൂലിനെയും ഔലിയാക്കളായ മഹത്തുക്കളെയും ആരെങ്കിലും സഹായിയാക്കിയിട്ടുണ്ടെങ്കിൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 55-56 ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കരുത്തുറ്റ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിച്ച് മുൻഗാമികളായ ജനങ്ങൾ ജീവിച്ചതുപോലെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സനായ മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ ചോദിച്ചു, വമൽ ഹുജ്ജത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ തെളിവുകളുടെ രേഖകൾ എന്തൊക്കെയാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ, പിന്നീട് ഹദീസ്, പിന്നീട് ഇജ്മാ, പിന്നീട് ഖിയാസ്. അതിവിടെ ഉലമാക്കൾക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട ആഗതൻ ചോദിച്ചു, ഇജ്മാ ഖുർആനിൽ എവിടെ? ലോക മുസ്ലിമീങ്ങൾ സ്വഹാബത്ത് മുതൽ ഇന്നേ വരെ വഴിപ്പെട്ടു വന്ന, അനുസരിച്ചു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഖണ്ഡിതമായ തീരുമാനം അത് ഖുർആനിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. ദിവസങ്ങളോളം താൻ റൂമിൽ അടച്ചു കുത്തിയിരുന്നു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എനിക്കത് ഖുർആനിൽ നിന്ന് പറഞ്ഞു തരണമെന്നാണ് ഈ വയസ്സായ മനുഷ്യൻ പറഞ്ഞത്. ിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു. പല പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തു. ഖുർആൻ പാരായണം ചെയ്യുന്ന എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ ഇജ്മാഇനെ പറ്റി വല്ലതുമുണ്ടോ? ലോക മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം കണ്ടിപ്പ് അനുസരിക്കണമെന്ന് അതിലുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിലുണ്ടോ? അങ്ങനെ വളരെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ 9 പ്രാവശ്യം പാരായണം ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ വന്നു. ആ മനുഷ്യനോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിന് വിരുദ്ധമായി
മുസ്ലിം ഉമ്മത്ത് ചലിക്കാൻ പാടില്ല എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ. സത്യസന്ധമായ വഴി, മൗലിദ് ചെല്ലുന്ന, റാത്തീബ് ചെല്ലുന്ന, സിയാറത്ത് ചെയ്യുന്ന, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഈ വഴി, സത്യം വെളിപ്പെട്ടതിന് ശേഷം മുഅ്മിനീങ്ങളുടെ ഈ മാർഗത്തെ നിഷേധിച്ചുകൊണ്ട് ഒരുത്തൻ പോയാൽ അവനെ അവന്റെ ഇഷ്ടത്തിൽ നാം വിടുകയും വനുസ്ലിഹി ജഹന്നമ, അവനെ നരകത്തിലേക്ക് ചേർക്കുകയും വലിച്ചെറിയുകയും ചെയ്യും. അവന് ഇസ്ലാമിന് ആവശ്യമില്ല. സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴി, മൗലിദ് ചെല്ലുന്ന വഴി, സ്വലാത്ത് മജ്ലിസിന്റെ വഴി, ബറക്കത്തെടുക്കുന്ന വഴി, സിയാറത്തിന്റെ വഴി, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വഴി, ആ വഴി അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്തവന് ഇസ്ലാമിന് ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന ഈ ആയത്താണ് ഇജ്മാഇന്റെ ആയത്തെന്ന് പറഞ്ഞപ്പോൾ 1 വയസ്സായ ആ വലിയ പണ്ഡിതൻ അത് അംഗീകരിച്ചു. ആരായിരുന്നു ആ പണ്ഡിതൻ? ആ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. ഒരു നബിയാണ് ചോദിക്കുന്നത്. ശക്തമാണ് ബഹുമാനപ്പെട്ട സലീം സിറാജിയും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹാജിയും അവരുടെ അനുജൻ ഷാഹുൽ ഹാജിയും അതുപോലെ നമ്മുടെ ബ്രൂണയിലെ സുഹൃത്ത് ഞങ്ങളൊരു സിയാറത്തിൽ പങ്കെടുത്തവരാണ്. ഞങ്ങൾ എല്ലാവരും ഈ നാസിറുസ്സുന്ന എന്ന മഹത്തായ കോളേജിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഇതുപോലെ വിളിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന് കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ ചെറിയ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവരുടെ സഹായികളായി ഇവിടെയും ലോകത്തെവിടെയുമുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആഗതമായ പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും അള്ളാഹു നമുക്ക് നസീബാക്കി തരുമാറാകട്ടെ. റമദാനിനെ അള്ളാഹു അനുകൂല സാക്ഷിയാക്കി തരുമാറാകട്ടെ. എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും അതിൻ്റെ നേതാക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.